പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ദൈവകരുണയുടെ ജപമാല. ക്രിസ്തുവിൻ്റെ അനുയായികളായി നമുക്ക് ക്രിസ്തുവിനായി നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടേതല്ലാതെ ക്രിസ്തുവിന് ലോകത്തിൽ മറ്റ് ശരീരമില്ല. സ്നേഹപൂർവ്വം മറ്റുള്ളവരെ പരിചരിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടത്തേക്ക് കരങ്ങളില്ല. നന്മ ചെയ്തുകൊണ്ട് സഞ്ചരിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടത്തേക്ക് പാദങ്ങളില്ല. കരുണാപൂർവം ജനങ്ങളെ കടാക്ഷിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടത്തേക്ക് കണ്ണുകളില്ല. ആശ്വാസ വചനങ്ങൾ ഉച്ചരിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടത്തേക്ക് നാവുകളില്ല. സ്നേഹത്തിനായി ദാഹിക്കുന്ന ലോകത്തെ സ്നേഹിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടത്തേക്ക് ഹൃദയമില്ല. പ്രപഞ്ചത്തിന്റെ കേന്ദ്രബിന്ദുവും പ്രകാശവുമായി വിശുദ്ധായി ഞങ്ങളെ മുഴുവനായി ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിത സമർപ്പണത്തെ കാരുണ്യപൂർവ്വം സ്വീകരിക്കണമേ. ലോകത്തിന്റെ ദീപവും ഭൂമിയോടൊപ്പം കരുണയുമുള്ളവരായി ജീവിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ തന്നെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കപ്പെടണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിൽ പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൽ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെ വത്സലപുത്രനും ഞങ്ങളുടെ കർത്താവും രക്ഷകരമായ വിശ്വമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങളുടെ ഈ ലോകമൊക്കെയുടെയും പാപപരിഹാരത്തിനായി അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ ദിനത്തിൽ ഈ ദൈവാലയത്തിലെ വിവിധ നിയോഗങ്ങളുമായി വന്നിരിക്കുന്ന എല്ലാ വ്യക്തികളെയും അവരുടെ നിയോഗങ്ങളെയും പ്രത്യേകം ഈ രഹസ്യത്തിൽ നമുക്ക് സമർപ്പിക്കാം. ഒപ്പം തന്നെ വിവിധ മാധ്യമങ്ങളിലൂടെ ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളെയും അവരുടെ നിയോഗങ്ങളെയും ചേർത്ത് വെച്ച് ദൈവത്തിന്റെ വലിയ കരുണ നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. യേശുവിന്റെ അതിദാരുണമായ പീഡകളെ പ്രതി, 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 യേശുവിന്റെ അതിദാരുണമായ പീഡകളെ പ്രതി. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ മർത്യനേ, പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ മർത്യനേ, പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ മർത്യനേ. നിത്യപിതാവേ, ഞങ്ങളുടെ വത്സല പുത്രനും ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ
ഈശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും പാപ പരിഹാരത്തിനായി അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈ രഹസ്യത്തിൽ എല്ലാ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കൊറോണ ബാധിച്ചിരിക്കുന്ന എല്ലാ വ്യക്തികളുടെയും സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആശുപത്രികളിലായിരിക്കുന്ന, ഭവനങ്ങളിലായിരിക്കുന്ന എല്ലാ രോഗികളെയും സമർപ്പിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഇടവകാംഗമായ മാണൂച്ചന്റെ പ്രത്യേക രോഗസൗഖ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്നു. ആ സഹോദരനെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ചുകൊണ്ട് എല്ലാ രോഗികളുടെയും സൗഖ്യത്തിന് വേണ്ടി ഈ രഹസ്യം നമുക്ക് സമർപ്പിക്കാം. യേശുവിന്റെ അതിദാരുണമായ പീഡകളെ പ്രതി, 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 യേശുവിന്റെ അതിദാരുണമായ പീഡകളെ പ്രതി. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ മർദ്ദനേ, പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ മർദ്ദനേ, പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ മർദ്ദനേ. നിത്യപിതാവേ, ഇടവത്സല പുത്രനും ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ ഈശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും പാപ പരിഹാരത്തിനായി അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ജോലിയില്ലാത്ത എല്ലാ മക്കളെയും നമുക്ക് ഈ രഹസ്യത്തിൽ സമർപ്പിക്കാം. ഈ കൊറോണ കാലഘട്ടത്തിൽ ജോലി നഷ്ടപ്പെട്ടു പോയ മക്കളുണ്ട്. ദൈവത്തിന്റെ വലിയ കരുണയാണ് ജോലി നഷ്ടപ്പെട്ടവർക്കും ജോലിയില്ലാത്തവർക്കും ഒരു വഴി തുറന്നു കിട്ടാനും ജോലി ലഭിക്കാനും വേണ്ടി നമുക്ക് ഈ രഹസ്യത്തിലൂടെ ദൈവത്തിന്റെ കരുണ പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും മേൽ കൃപയായിരിക്കണമേ. 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 പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ മർദ്ദനേ, പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ മർദ്ദനേ, പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ മർദ്ദനേ. എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം. നിത്യപിതാവേ, ഇടവത്സല പുത്രനും ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ ഈശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും പാപ പരിഹാരത്തിനായി അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. പ്രത്യേകിച്ച് ഈ രഹസ്യത്തിൽ നമ്മുടെ യുവതിയുവാക്കന്മാരെ, നമ്മുടെ കുഞ്ഞുമക്കളെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദുശീലങ്ങളിൽ നിന്ന്, മദ്യമയക്കുമരുന്ന് പോലുള്ള ആസക്തികളിൽ നിന്നൊക്കെ അകന്നു നിൽക്കാൻ, പ്രത്യേകിച്ച് മൊബൈൽ പോലുള്ള വലിയ അഡിക്ഷനുകളിൽ നിന്നൊക്കെ നമ്മുടെ മക്കളെ ദൈവത്തിന്റെ വലിയ കൃപയാൽ കാത്തു രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രഹസ്യം നമുക്ക് ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവിന്റെ ദാരുണമായ പീഡകളെ പ്രതി,
യേശുവിന്റെ അതിദാരുണമായ പീഡകളെ പ്രതി, യേശുവിന്റെ അതിദാരുണമായ പീഡകളെ പ്രതി, യേശുവിന്റെ അതിദാരുണമായ പീഡകളെ പ്രതി, യേശുവിന്റെ അതിദാരുണമായ പീഡകളെ പ്രതി, യേശുവിന്റെ അതിദാരുണമായ പീഡകളെ പ്രതി, പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ മർത്യനേ, പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ മർത്യനേ, പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ മർത്യനേ, നിത്യപിതാവേ, ഇടവത്സല പുത്രനും ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ ഈശ്വരയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും പാപപരിഹാരത്തിനായി അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഒരുപാട് നിയോഗങ്ങൾ നമുക്ക് സമർപ്പിക്കാനുണ്ട്. ദൈവത്തിൻ്റെ വലിയ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ ദൈവ കരുണയുടെ ജപമാലയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ നിയോഗങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ഈ രഹസ്യത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിന്റെ അതിദാരുണമായ പീഡകളെ പ്രതി, 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 പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ മർത്യനേ, പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ മർത്യനേ, പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ മർത്യനേ, ഈശോയുടെ തിരുരക്തമേ എന്നെ പൊതിയണമേ, ഈശോയുടെ തിരുരക്തമേ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ, ഈശോയുടെ തിരുരക്തമേ എന്നെ നയിക്കണമേ. നിൽക്കാം. ദൈവകരുണയുടെ നീറ്റിനി. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിശുദ്ധായ ദയാപൂർവ്വം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗീയ പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, ലോകത്തിന്റെ വിമോചക, സൃഷ്ടാവിന്റെ ഏറ്റവും വലിയ വിശേഷണമായ ദൈവകാരുണ്യമേ, പരിശുദ്ധാത്മാവിന്റെ അളവില്ലാത്ത സ്നേഹമായ ദൈവകാരുണ്യമേ, പരിശുദ്ധ തൃത്വത്തിന്റെ അഗ്രാഹ്യ രഹസ്യമായ ദൈവകാരുണ്യമേ, അത്യുന്നതന്റെ സർവശക്തിയുടെ പ്രകടനമായ ദൈവകാരുണ്യമേ, പ്രപഞ്ചത്തെ മുഴുവൻ ചൂഴ്ന്നു നിൽക്കുന്ന ദൈവകാരുണ്യമേ, പാപത്തിന്റെ ദുരിതത്തിൽ നിന്ന് നമ്മെ ഉണർത്തുന്ന ദൈവകാരുണ്യമേ, ഈശോയുടെ തിരുമുറിവുകളിൽ നിന്ന് ഒഴുകുന്ന ദൈവകാരുണ്യമേ, കരുണയുടെ മാതാവായി അമലമനോഹരിയായ പരിശുദ്ധ മറിയത്തെ ഞങ്ങൾക്ക് നൽകിയ ദൈവകാരുണ്യമേ, പരിശുദ്ധ കൂദാശകളിൽ പ്രകടമായിരിക്കുന്ന ദൈവകാരുണ്യമേ, പാപികളുടെ മാനസാന്തരത്തിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവകാരുണ്യമേ, രോഗികളുടെയും സഹിക്കുന്നവരുടെയും ആരോഗ്യപാത്രമായ ദൈവകാരുണ്യമേ, വേദനിക്കുന്നവരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ, നിരാശയിൽ വേദനിക്കുന്നവരുടെ പ്രതീക്ഷയായ ദൈവകാരുണ്യമേ, മരിക്കുന്നവരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ, എല്ലാ വിശുദ്ധരുടെയും കിരീടമായ ദൈവകാരുണ്യമേ, അത്ഭുതങ്ങളുടെ
സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, അങ്ങയുടെ അളവില്ലാത്ത കരുണയിൽ ലോക പാപങ്ങളെല്ലാം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിശുദ്ധമായി ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവിന്റെ എല്ലാ സൃഷ്ടികളിലും അവിടുത്തെ മൃദുവായ കരുണ പരന്നിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ കരുണ അനന്തവും അങ്ങയുടെ ദയ പറ്റാത്തതുമാണല്ലോ. ദയാപൂർവം ഞങ്ങളെ നോക്കണമേ. ഞങ്ങളുടെ മേൽ അങ്ങയുടെ കരുണ വർദ്ധിപ്പിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ വലിയ പരീക്ഷകളിൽ മനം എടുക്കാതെ അങ്ങയുടെ തിരുമനസ് തന്നെയായ കാരുണ്യത്തിന് ഞങ്ങൾ വിധേയരാകട്ടെ. കാരുണ്യത്തിന്റെ രാജാവും അങ്ങയോടും പരിശുദ്ധാത്മാവോടും കൂടെ വസിക്കുന്നവരുമായ നമ്മുടെ കർത്താവായ ഈശോ ഞങ്ങൾക്ക് കാരുണ്യം പകർന്നു തരട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ. ഇന്ന് ഈ ബലിയിൽ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വാഴപ്പള്ളി മാനുവലിനെ സമർപ്പിച്ചുകൊണ്ട് പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് വിശുദ്ധ കുരിശിനെ പ്രത്യേകമായിട്ട് ഓർക്കുകയും വിശുദ്ധ കുരിശിന്റെ സംരക്ഷണം പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദിനമാണ്. ഒന്നാമത്തെ വായനയിലെ പൗലോസ്ലീഹ ഫിലിപ്പിയർ എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു: നിങ്ങൾ വിശുദ്ധ കുരിശിന്റെ ശത്രുക്കളായി മാറരുത് എന്ന്. എപ്പോഴൊക്കെ നമ്മൾ സഹനത്തെ എതിർക്കുന്നു, ദുഃഖങ്ങളെയും നമ്മുടെ ജീവിതത്തിലെ പീഡനങ്ങളെയും നമ്മൾ എതിർക്കുന്നു, അപ്പോഴൊക്കെ നമ്മൾ കുരിശിന്റെ ശത്രുക്കളായി മാറുകയാണ്. അതുകൊണ്ട് വിശുദ്ധ കുരിശിനെ സ്നേഹിക്കേണ്ടത് സഹനങ്ങളെ സ്നേഹിച്ചുകൊണ്ടാണ്, നമ്മുടെ ജീവിതത്തിലെ പീഡനങ്ങളെ സ്നേഹിച്ചുകൊണ്ടാണ്. ആ പീഡനങ്ങളെ, സഹനങ്ങളെ ദൈവത്തിൻ്റെ ഇഷ്ടമായി കണ്ട് സ്വീകരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ കുരിശിനെ സ്നേഹിക്കുന്നവരായിട്ട് മാറുക. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെന്ന് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നുണ്ട്. നമ്മൾ ഈ ഭൂമിയിൽ തീർത്ഥാടകർ മാത്രമാണ്, യഥാർത്ഥത്തിൽ നമ്മുടെ ഭവനം സ്വർഗമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം എപ്പോഴും സ്വർഗത്തെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം എന്നുള്ള പൗലോസ്ലീഹയുടെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് സ്വർഗത്തിലേക്ക് നമ്മുടെ ജീവിതം എത്തിക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ വാക്കുകളെ ക്രമപ്പെടുത്താനുള്ള കൃപയ്ക്ക് വേണ്ടി ഈ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപാട് പ്രാർത്ഥനാ നിയോഗങ്ങൾ നമുക്ക് സമർപ്പിക്കാനുണ്ട്. ഒരു നിമിഷം ഈ ബലി അർപ്പിക്കാനാണ് നിൽക്കപ്പോൾ മനസ്സിലുള്ള എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ഈ ബലിപീഠത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാം. നമ്മളോട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന സഹോദരങ്ങൾ, COVID-19 എന്ന മഹാവ്യാധി മൂലം ഈ ദേവാലയത്തിൽ പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വരാൻ സാധിക്കാത്ത രോഗികൾ, വേദനിക്കുന്നവർ, അവരൊക്കെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന് മുമ്പിൽ സ്വീകാര്യമാകുക. ഒരു നിമിഷം ഈ പ്രാർത്ഥനകളെല്ലാം നമുക്ക് ചേർത്ത് വെച്ച് ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കും അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ അയോഗ്യതകളും നമ്മുടെ തെറ്റുകുറ്റങ്ങളും ഏറ്റുപറഞ്ഞ് ബലിക്കായി നമ്മളെ ഒരുക്കാം. സർവശക്തനായ ദൈവത്തോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷിക്കുന്നു ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകനികയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.
കുരിശിന്റെ സംരക്ഷണയാൽ എല്ലാ രോഗങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. സഹോദരരെ, നിങ്ങൾ എന്നെ അനുകരിക്കുന്നവരുടെ കൂടെ ചേരുവിൻ. ഞങ്ങളുടെ മാതൃകയനുസരിച്ച് ജീവിക്കുന്നവരെ കണ്ടുപിടിക്കുവിൻ. എന്നാൽ പലരും ക്രിസ്തുവിന്റെ കുരിശിന്റെ ശത്രുക്കളായി ജീവിക്കുന്നവർ എന്ന് പലപ്പോഴും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെ ഇപ്പോൾ കണ്ണീരോടെ ആവർത്തിക്കുന്നു. നാശമാണ് അവരുടെ അവസാനം, ഉദരമാണ് അവരുടെ ദൈവം. ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു, ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു. എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നിന്ന് ഒരു രക്ഷകനെ, കർത്താവായ യേശുക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു. സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന എന്റെ സന്തോഷം കിരീടവുമായ വത്സല സഹോദരരെ, നിങ്ങൾ കർത്താവിൽ ഉറച്ചു നിൽക്കുകയും. കർത്താവിന്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവിന്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. കർത്താവിന്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. കർത്താവിന്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ജെറുസലേമേ, ഇതാ ഞങ്ങൾ നിന്റെ കവാടത്തിനുള്ളിൽ എത്തിയിരിക്കുന്നു. കർത്താവിന്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. നന്നായി പണിതിറക്കിയ നഗരമാണ് ജെറുസലേം. അതിലേക്ക് ഗോത്രങ്ങൾ വരുന്നു, കർത്താവിന്റെ ഗോത്രങ്ങൾ. കർത്താവിന്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ഇസ്രായേലിനോട് കൽപ്പിച്ചതുപോലെ കർത്താവിന്റെ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കാൻ അവർ വരുന്നു. അവിടെ ന്യായാസനങ്ങൾ ഒരുക്കിയിരിക്കുന്നു, ദാവീദ് ഭവനത്തിന്റെ ന്യായാസനങ്ങൾ. കർത്താവിന്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. എല്ലാവരും ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ വചനം പാലിക്കുന്നവരിൽ സത്യമായും ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളോട് കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഒരു ധനവാന് ഒരു കാര്യസ്ഥനുണ്ടായിരുന്നു. അവൻ സ്വത്ത് ദുർവ്യയം ചെയ്യുന്നുവെന്ന് യജമാനന് പരാതി ലഭിച്ചു. യജമാനൻ അവനെ വിളിച്ചു ചോദിച്ചു, നിന്നെപ്പറ്റി ഞാൻ കേൾക്കുന്നത് എന്താണ്? നിന്റെ കാര്യസ്ഥതയുടെ കണക്ക് ബോധിപ്പിക്കും. മേലിൽ നീ കാര്യസ്ഥനായിരിക്കാൻ പാടില്ല. അക്കാര്യസ്ഥൻ ആത്മകഥം ചെയ്തു, യജമാനൻ കാര്യസ്ഥത എന്നിൽ നിന്ന് എടുത്തു കളയുന്നതിനാൽ ഞാൻ ഇനി എന്തു ചെയ്യും? കിളയ്ക്കാൻ എനിക്ക് ശക്തിയില്ല, ഭിക്ഷയാചിക്കാൻ എനിക്ക് ലജ്ജ തോന്നുന്നു.
എന്നാൽ യജമാനൻ കാര്യസ്ഥത എന്നിൽ നിന്ന് എടുത്തു കളയുമ്പോൾ ആളുകൾ തങ്ങളുടെ വീടുകളിൽ എന്നെ സ്വീകരിക്കേണ്ടതിന് എന്തു ചെയ്യണമെന്ന് എനിക്കറിയാം. യജമാനിൽ നിന്ന് കടം വാങ്ങിയവർ ഓരോരുത്തരെയും അവൻ വിളിപ്പിച്ചു. ഒന്നാമനോട് അവൻ ചോദിച്ചു, നീ എൻ്റെ യജമാനൻ എന്ത് കൊടുക്കാനുണ്ട്? അവൻ പറഞ്ഞു, 100 കത്ത് എണ്ണ. അവൻ പറഞ്ഞു, ഇതാ നിന്റെ പ്രമാണം എടുത്ത് 50 എന്ന് തിരുത്തിയെഴുതുക. അനന്തരം അവൻ മറ്റൊരാളോട് ചോദിച്ചു, നീ എന്ത് കടപ്പെട്ടിരിക്കുന്നു? അവൻ പറഞ്ഞു, 100 കോർ ഗോതമ്പ്. അവൻ പറഞ്ഞു, നിന്റെ പ്രമാണം എടുത്ത് 80 കോർ എന്ന് തിരുത്തിയെഴുതുക. കൗശലപൂർവം പ്രവർത്തിച്ചതിനാൽ നീതിരഹിതനായ കാര്യസ്ഥന യജമാനൻ പ്രശംസിച്ചു. എന്നാൽ ഈ യുഗത്തിന്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ വെളിച്ചത്തിന്റെ മക്കളെക്കാൾ ബുദ്ധിശാലികളാണ്. കർത്താവിന്റെ സുവിശേഷം. സഹോദരരെ, എന്റെയും നിങ്ങളുടെയും സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സർവശക്തനായ ദൈവമേ,
കുരിശുതാരയിൽ സർവ്വലോകത്തിന്റെയും പാപങ്ങൾ നീക്കി കാഴ്ചയർപ്പണം ഞങ്ങളെല്ലാ തിന്മകളിൽ നിന്നും ശുദ്ധീകരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. സർവേശ്വരാ പരിശുദ്ധനാം ദൈവമേ, സർവശക്താ ജയങ്ങൾ പൂജിതനേ, ക്രിസ്തുനാഥൻ വഴി എങ്ങുമെന്നേരവും ഭക്തിയോടങ്ങേക്ക് നന്ദി ചൊല്ലാം. ആയത് യുക്തവും രക്ഷയേകുന്നതും ന്യായവും തന്നെ ജഗൽ പിതാവേ. ഗാഗുൽതാ മാമലവേദിയിൽ മനുഷ്യ പാപങ്ങളെ നീ മരിച്ച നാഥ, താവക മൃത്യുവെ പ്രഖ്യാപനം ചെയ്ത് നേരിടുമീ ജനം ആർത്തവത്യ തന്നുയർപ്പിങ്കലുറപ്പായ വിശ്വാസം ഉൾക്കൊണ്ടിവരത് ഘോഷിക്കുന്നു. നിൻവരവങ്ങളിൽ പ്രത്യാശയോടിവർ എന്നെന്നും ഈ മണ്ണിൽ കാത്തിരിപ്പൂ. ആകയാൽ ആമോദവായ്പോടെ വാഴുവാൻ സ്വർഗീയ ഗായക മാലാഖമാർ ദിവ്യപ്രതാപവാൻ അങ്ങയ്ക്കു നിത്യവും മംഗളം പാടി വണങ്ങിടുന്നു. ആ ദിവ്യഗാനത്തോടൊന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയോടെ. സർവവിശുദ്ധിയുടെയും ഉറവിടമായും സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവ് മഞ്ഞക്കടം പോലെ ഈ കാണിക്കകൾ പവിത്രമാണ്.
ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാനമാകട്ടെ. അവിടെ തൊറ്റുകൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പം എടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുന്നു. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എന്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കും. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. വിശ്വാസത്തിന്റെ രഹസ്യം വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിന്, അങ്ങേ പരിചരിക്കുന്നതിന് അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവ്, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന സഭയോടും ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് ത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ ഞങ്ങൾ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണം. ഉയർപ്പിന്റെ പ്രത്യാശയോടെ എതിർകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവർ സ്വീകരിക്കുകയും ചെയ്യണം. ഞങ്ങളെല്ലാവരോടും കഴിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും ഒരു ഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ രാജ്യം തരണമേ, ഞങ്ങളുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. കർത്താവ്, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണം. അനുഗ്രഹപൂർണമായ പ്രത്യാശയും
ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന അപ്പോസ്തലന്മാരോട് അരുളി ചെയ്യുന്ന കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ നീ സഭയുടെ വിശ്വാസം തൃക്കൺപാത്രം തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ എന്ന് നാം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുക. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവർ, കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹിക്കുന്നവർ. എന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല, അങ്ങനെ വാക്കു ചരിച്ചാൽ മാത്രം മതി. എന്റെ ആത്മാവ് സ്വതന്ത്രമായിരിക്കും.
നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ ദിവ്യവിരുന്നിനാൽ പരിഭൂഷിതരായി ഞങ്ങൾ കേളപേക്ഷിക്കുന്നു. ജീവദായകമായ കുരിശുമരം വഴി വീണ്ടെടുത്ത് ഞങ്ങളെ ഉയർപ്പിന്റെ മഹിമയിലേക്ക് ആനയിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ. ദിവ്യ പൂജ സമാപിച്ചു. ശുദ്ധീകരണമാക്കട്ടെ. വണക്കവാസം ജപം മുട്ടിന്മേൽ നിന്ന് നമുക്ക് ഏറ്റുചൊല്ലാം. അനന്ത കൃപാനിധിയായ ദൈവമേ, അങ്ങയുടെ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് മരിച്ചവരുടെ ആത്മാക്കളെ കൃപാകടാക്ഷത്തോടുകൂടെ തൃക്കൺ പാർത്ത് 3 പരിശുദ്ധ ബാലന്മാരെ അഗ്നിജ്വാലയിൽ നിന്ന് കാത്തു രക്ഷിച്ചതുപോലെ ഈ ആത്മാക്കളെ ആശ്വസിപ്പിച്ച് നിത്യാനന്ദ സൗഭാഗ്യം കൊടുക്കുന്ന അങ്ങേ പക്കൽ ചേർത്ത് കൊള്ളണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സുഹൃത ജപം. ഈശോയെ ഞങ്ങളുടെ മേൽ ദയയായിരിക്കണമേ. ഈശോയെ ഞങ്ങളുടെ മേൽ ദയയായിരിക്കണമേ. ഈശോയെ ഞങ്ങളുടെ മേൽ ദയയായിരിക്കണമേ. സക്രിയ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ കുറിച്ച് 1-2 പേർക്ക് ഭക്ഷണം കൊടുക്കുക. നൊവേനയുടെ പ്രവേശന ഗാനം ആരംഭിക്കും. Amen.
വിശുദ്ധ കുരിശിന്റെ പ്രാർത്ഥന ഒരുമിച്ച് ചൊല്ലാം. രക്ഷയുടെ അടയാളമായ വിശുദ്ധ കുരിശ് എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ കുടുംബാംഗങ്ങളെയും എൻ്റെ സമൂഹത്തെയും എൻ്റെ നാടിനെയും അങ്ങ് തിരുമുൻപിൽ ഞാൻ സമർപ്പിക്കുന്നു. പൈശാചിക ബന്ധനത്തിൽ നിന്നും അതിൻ്റെ ശക്തിയിൽ നിന്നും എനിക്ക് മോചനം നൽകണമേ. ജോലിയിലും അധ്വാനത്തിലും കഴിയുന്ന എല്ലാവർക്കും വിജയം നൽകണമേ. പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങൾ, ദുർമരണങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ, രോഗങ്ങൾ ഇവയിൽ നിന്നും സംരക്ഷണം നൽകണമേ. വിശുദ്ധ കുരിശിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങൾ സാധിച്ചു നൽകണമേ. ആമേൻ. കുരിശാണ് രക്ഷ, കുരിശിലാണ് വിജയം, കുരിശിലാണ് മഹത്വം. കുരിശാണ് രക്ഷ, കുരിശിലാണ് വിജയം, കുരിശിലാണ് മഹത്വം. കുരിശാണ് രക്ഷ, കുരിശിലാണ് വിജയം, കുരിശിലാണ് മഹത്വം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, സ്ത്രീകൾ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങളുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. രക്ഷകനായ ഈശോയെ, അങ്ങ് മാനവ പരിത്രാണത്തിനായി കുരിശാകുന്ന ത്യാഗവേദിയിൽ തന്നെ പരമയാഗമായി അർപ്പിച്ചു. ജീവദായകമായ അങ്ങയുടെ കുരിശു മരണം വഴി ഞങ്ങളെ ജീവന്റെയും പുനരുത്ഥാനത്തിന്റെയും മഹിമയിലേക്ക് ആനയിക്കണമേ. കുരിശിലൂടെയാണ് രക്ഷയെന്ന മഹാരഹസ്യം നിത്യമനുസ്മരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സമർപ്പണ പ്രാർത്ഥന ഒരുമിച്ച് ഉച്ചത്തിലേക്ക് ചൊല്ലാം. മനുഷ്യകുലത്തിന്റെ എണ്ണമറ്റ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാൻ കുരിശു വഹിച്ച് കാൽവരി കയറിയ യേശുനാഥ, അങ്ങയുടെ കുരിശു മരണം വഴി വേദനയുടെ വിലയും സഹനത്തിന്റെ മൂല്യവും രക്ഷയുടെ വഴിയും അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ. ക്രൂശിതനായ ഈശോയെ മരണത്തിന്റെ മുൻപിൽ ധീരതയോടെ സഹിക്കുവാൻ അങ്ങയെ പ്രേരിപ്പിച്ചത് പിതാവായ ദൈവത്തോടുള്ള അതിരിക്ത സ്നേഹവും മനുഷ്യകുലത്തോടുള്ള അനന്തമായ കാരുണ്യവുമാണല്ലോ. രക്ഷകനായ ഈശോയെ കുരിശിലെ മരണത്തിലൂടെ അങ്ങനുഭവിച്ച അപമാനവും പരിഹാസവും വേദനയും ദുഃഖവും ഞാൻ മനസ്സിലാക്കുന്നു. വിശുദ്ധ കുരിശിലേക്ക് നോക്കുമ്പോൾ അങ്ങയുടെ കാരുണ്യവും ക്ഷമിക്കുന്ന സ്നേഹവും അനുഭവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്നേഹസ്വരൂപനായ ഈശോയെ ഏകാന്തതയുടെയും പരിത്യക്തതയുടെയും രോഗങ്ങളുടെയും നിന്ന അപമാനങ്ങളുടെയും ദാരിദ്ര്യത്തിന്റെയും നീണ്ട നാഴികകൾ ഞങ്ങളെ വലിഞ്ഞു നിർത്തുമ്പോൾ എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു എന്ന അങ്ങയുടെ പ്രാർത്ഥന ഞങ്ങളുടെ കഥനഭാരം കുറയ്ക്കട്ടെ. ഞങ്ങളുടെ കുരിശുകളുടെ ഭാരം ഇല്ലാതാക്കട്ടെ. പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം കടന്നു പോകട്ടെ. എങ്കിലും എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വന്തം ഇഷ്ടത്തെക്കാൾ പിതാവിന്റെ ഇഷ്ടം നിറവേറുവാൻ ആഗ്രഹിച്ച ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലും ദൈവഹിതം നിറവേറുവാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുക.
കുരിശിൽ അഭിമാനം കൊള്ളുവാനും വിശുദ്ധ കുരിശിനെ ആശ്ലേഷിക്കുവാനും വരവരുടണമേ. ആമേൻ. വിശുദ്ധ കുരിശിന്റെ പുകഴ്ച. ക്രൂശിതനായ ഈശോയെ വിനാശത്തിന്റെ കൊടുങ്കാറ്റും അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ച് ഞങ്ങളെ രക്ഷിക്കുമെന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങയുടെ അനന്തമായ പരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് നിന്റെ സ്നേഹത്തിന്റെ ചെറുകിൽ കീഴിൽ അഭയം പ്രാപിക്കുന്ന ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. നാശത്തിലേക്കുള്ള വാതിൽ വീതിയുള്ളതും വഴി വിസ്താരമേറിയതുമാണെന്നും ജീവനിലേക്കുള്ള വാതിൽ ഒടുങ്ങിയതും വഴി ഞെരുക്കമുള്ളതുമാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. ഞങ്ങളുടെ ജീവിത വഴിത്താരയിൽ ഞങ്ങൾക്ക് സത്യവും ജീവനും പുനരുദ്ധാനവുമായ നിത്യം ജീവിക്കുന്ന ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. പീഡനങ്ങൾ സഹിക്കുന്ന മനുഷ്യർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം അവർക്ക് നൽകുന്നവർക്ക്. സ്വർണ്ണവും വെള്ളിയും അഗ്നിയിൽ ശുദ്ധീകരിക്കുന്നത് പോലെ ഞങ്ങൾ സകലത്തിന്റെ തീച്ചൂടിൽ വിശുദ്ധീകരിക്കുന്ന കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. മോശമനുഭൂമിയിൽ ഉയർത്തിയ സർപ്പത്തെ പോലെ കാൽവരിയിൽ ഉയർത്തിയ കുരിശിൽ വിശ്വാസത്തോടെ അങ്ങയെ ദർശിച്ച് അങ്ങ് സത്യമായും ദൈവപുത്രനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. മാറായിര മരുഭൂമിയിൽ പാറ പിളർന്ന് ജനത്തിന് ദാഹജലം നൽകി പരിപാലിച്ച ദൈവം അങ്ങയുടെ പുത്രനായ യേശുവിന്റെ കൂദാശകളുടെ ഉറവിടമായ തിരുവിലാവ് തുറന്ന് ജീവന്റെ രക്തവും ജലവും ഒഴുക്കി ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഇന്നും ജീവിക്കുന്ന കർത്താവ് ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കുരിശിൽ കിടന്ന മരണവേദന തുടിക്കുമ്പോഴും അങ്ങയുടെ പാർശ്വങ്ങളിൽ ക്രൂശിക്കപ്പെട്ട കള്ളന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അനുദപിച്ച കള്ളനെ പരദീസ വാഗ്ദാനം ചെയ്യുകയും ചെയ്ത ഈശോ ഞങ്ങളെ പശ്ചാത്താപത്തിലേക്കും അനുരഞ്ജനത്തിലേക്കും നിത്യം ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. രക്ഷകനായ മിശിഹായെ കുരിശിലെ അന്ത്യനിമിഷത്തിൽ അങ്ങയുടെ തിരുരക്തത്താൽ രക്ഷിക്കപ്പെട്ട ജനം അനാഥരാകാതിരിക്കാൻ വേണ്ടിയുള്ള അന്ത്യമൊഴി ഞങ്ങൾ കേൾക്കുന്നു. ഇതാ നിന്റെ അമ്മ എന്നവരുടെ സ്വന്തം അമ്മയെ ഈ ലോകത്തിന്റെ മുഴുവൻ അമ്മയായി നൽകിയ അങ്ങയുടെ നിസ്സീമമായ പരിലാളനയെ ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ കുരിശിന്റെ സംരക്ഷണം യാചിച്ചുകൊണ്ട് നമുക്ക് ഈ ഇരടികൾ ഏറ്റുപാടാം. Thank you.
ഓർമ്മിപ്പിക്കാം. കുരിശാണ് രക്ഷ, കുരിശിലാണ് വിജയം, കുരിശിലാണ് മഹത്വം. വിശുദ്ധ കുരിശിന്റെ നടയിൽ എന്നും പ്രാർത്ഥിക്കുന്ന ഒരു മകളാണ് ഞാൻ. ഓഗസ്റ്റ് 21-ാം തീയതി എൻ്റെ ഭർത്താവിന് പനി വരികയും 2 ദിവസം കഴിഞ്ഞിട്ടും പനി കുറയാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. ഈ അവസ്ഥയിൽ ഞങ്ങൾ നല്ലൊരു ഫിസിഷ്യനെ കാണുകയും ഉടൻ തന്നെ നല്ലൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കൊള്ളാൻ പറയുകയും ചെയ്തു. പിറ്റേ ദിവസം ഞങ്ങൾ ലിസി ഹോസ്പിറ്റലിൽ പോകുകയും ഉടനെ തന്നെ കാഷ്വാലിറ്റിയിലേക്ക് കയറ്റുകയും ചെയ്തു. ഡോക്ടർ വന്നപ്പോൾ ഇയാളെ ഞങ്ങൾ ICUവിലേക്ക് മാറ്റുകയാണെന്ന് പറഞ്ഞു. എന്താണ് രോഗമെന്ന് ഒന്നും പറഞ്ഞില്ല. ഈ അവസ്ഥയിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് എന്തു ചെയ്യണമെന്നറിയാതെ അവിഷമഘട്ടത്തിൽ വിശുദ്ധ കുരിശിനോട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുകയും കുരിശാണ് രക്ഷ എന്ന് പല പ്രാവശ്യം ഞാൻ മനസ്സിലേറ്റ് പറയുകയും അമ്മ മാതാവിനോട് മാധ്യസ്ഥം വെച്ച് കൊന്ത ചൊല്ലാൻ തുടങ്ങുകയും ചെയ്തു. ആരോ എനിക്ക് ധൈര്യം നൽകുന്നത് പോലെ എനിക്ക് തോന്നി. പിറ്റേ ദിവസം റിസൾട്ട് വന്നപ്പോൾ എലിപ്പനിയുടെ ആരംഭമാണെന്നും ഉടനെ തന്നെ ഡയാലിസിസ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. ക്രിയാറ്റിന്റെ അളവ് 10 ആയിട്ടാണ് ഡയാലിസിസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ക്രിയാറ്റിന്റെ അളവ് കുറഞ്ഞാൽ മാത്രമേ ഇനി ഇത് നിർത്താൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. 3 ദിവസം കഴിഞ്ഞപ്പോൾ റൂമിലേക്ക് മാറ്റുകയും ക്രിയാറ്റിന്റെ അളവ് ഡോക്ടർമാരെ പോലും അതിശയിപ്പിച്ചുകൊണ്ട് വളരെ നോർമലാവുകയും ചെയ്തു. ഇത് ദൈവത്തിന്റെ വലിയ അനുഗ്രഹമാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. 15 ദിവസത്തിന് ശേഷം ഞങ്ങൾ ഡിസ്ചാർജായി വീട്ടിലേക്ക് പോന്നു. ഇത്രയും വലിയ രോഗത്തിൽ നിന്നും പൂർണ്ണ സൗഖ്യം വാങ്ങിത്തന്ന വിശുദ്ധ കുരിശിന് 1000 നന്ദി എന്ന് ലിഷ അലക്സ്. വിശുദ്ധ കുരിശിന് 1000 നന്ദി. എനിക്ക് 3ാം സെമസ്റ്റർ പരീക്ഷ വളരെയേറെ ബുദ്ധിമുട്ടായിരുന്നു. ഈ അവസരത്തിൽ വിശുദ്ധ കുരിശിനോട് സംരക്ഷണം യാചിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എനിക്ക് പരീക്ഷയിൽ ഉന്നത വിജയം ലഭിച്ചു. ഇത്രയും വലിയ അനുഗ്രഹം എനിക്ക് നൽകിയ വിശുദ്ധ കുരിശിന് പരിശുദ്ധനിക്ക് 1000 നന്ദി എന്ന് വിശുദ്ധ കുരിശിന്റെ ദാസൻ. വിശുദ്ധ കുരിശിന് 1000 നന്ദിയും സ്തുതിയും. എൻ്റെ സഹോദരൻ ജോലി ചെയ്യുന്ന ഓഫീസിലെ ഭൂരിഭാഗം പേരും കോവിഡ് പോസിറ്റീവ് ആകുകയും അതിനാൽ എൻ്റെ സഹോദരൻ ക്വാറന്റൈനിലാവുകയും ചെയ്തു. ഷുഗറും കൊളസ്ട്രോളും ഉള്ളതുകൊണ്ട് ഞങ്ങൾ വളരെയധികം വിഷമിക്കുകയും വിശുദ്ധ കുരിശിനോട് പരിശുദ്ധമ്മയോട് കരഞ്ഞു പ്രാർത്ഥിക്കുകയും ചെയ്തു. വിശുദ്ധ കുരിശിന്റെ അനുഗ്രഹത്താൽ സഹോദരന്റെ കോവിഡ് ടെസ്റ്റ് നെഗറ്റീവായി. ഇത്രയും വലിയ അനുഗ്രഹം ചെയ്തത് വിശുദ്ധ കുരിശിന് പരിശുദ്ധമ്മയ്ക്കും 1000 നന്ദി എന്ന് വിശുദ്ധ കുരിശിന്റെ മകൾ. കുരിശിലാണ് രക്ഷ, കുരിശിലാണ് വിജയം, കുരിശിലാണ് മഹത്വം. എനിക്ക് 2 ആഴ്ച കലശലായ ചുമയും കഫക്കെട്ടും മൂലം വളരെയേറെ ബുദ്ധിമുട്ടിയിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആശുപത്രിയിൽ പോകാൻ പറ്റാത്തതിനാൽ ഞാൻ വളരെയേറെ വിഷമിച്ചു. മരുന്ന് കഴിച്ചിട്ടും കുറവുണ്ടായില്ല. ഞാൻ വിശുദ്ധ കുരിശിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയും കൃതജ്ഞത എഴുതിയിടാമെന്ന് നേർച്ച നേരുകയും ചെയ്തതിന്റെ ഫലമായി എൻ്റെ ചുമയും കഫക്കെട്ടും പൂർണ്ണമായി മാറിക്കിട്ടി. വലിയ അനുഗ്രഹത്തിന് വിശുദ്ധ കുരിശിന് പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു എന്ന് വിശുദ്ധ കുരിശിന്റെ മകൾ. സ്നേഹം പറഞ്ഞവരെ, ചോദിച്ചാൽ ലഭിക്കും എന്നൊരു ഉറപ്പാണ് വിശുദ്ധ കുരിശ് നമുക്ക് നൽകുന്നത്. വിശുദ്ധ കുരിശിനോട് പ്രാർത്ഥിക്കുമ്പോഴും കുരിശനായ ഈശോയോട് തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇന്ന് ഈ ആലയത്തിൽ നമ്മൾ ആയിരിക്കുമ്പോഴും നമുക്കുണ്ട് ഇതുപോലുള്ള ഒരുപാട് വേദനകളും പ്രതിസന്ധികളും. ഇവർ നമുക്ക് കാണിച്ചു തരുന്ന ഈ കൃതജ്ഞതകൾ കാണിച്ചു തരുന്ന ഒരു മാതൃക. പ്രാർത്ഥിച്ചാൽ നമുക്ക് ലഭിക്കും എന്ന് തന്നെയാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് ലഭിക്കുന്നത്. നമുക്ക് ഈ നവേനയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് വിശ്വാസത്തോടെ ഇവർ പ്രാർത്ഥിച്ചതുപോലെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി ഇന്നത്തെ കുർബാനയെ ഏറ്റെടുത്ത് നടത്തുന്നത് വാഴപ്പള്ളി മാനുവലാണ്. ഈ സഹോദരൻ പ്രഷർ മൂലം ഹോസ്പിറ്റലിൽ വളരെ സീരിയസ് ആയി ICUവിലാണ്. ഈ സഹോദരന് സൗഖ്യത്തിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയിൽ ഈ സഹോദരനെ പ്രത്യേകമായി ചേർത്ത് വെച്ച് വിശുദ്ധ കുരിശിന്റെ സംരക്ഷണയിൽ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് മുട്ടിന്മേൽ നിൽക്കാം. മധ്യസ്ഥ പ്രാർത്ഥന. എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന അങ്ങയുടെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന ഞങ്ങളെ ജീവിതത്തിൽ എല്ലാ കുരിശുകളും വഹിക്കാനുള്ള ശക്തി നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് ആശ്വാസവും അഭയവുമായി എന്നും സുഖപ്പെടുത്തുന്ന കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ശാരീരികവും മാനസികവും ആത്മീയവുമായ രോഗങ്ങളാൽ
സജീവമായ സാന്നിധ്യത്താൽ ശക്തിപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമായിട്ട് വിവിധ കാരണങ്ങളാൽ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത എല്ലാ യുവതി യുവാക്കന്മാർക്കും ദാമ്പത്യ ജീവിതം നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാമ്പത്യ ജീവിതത്തിന്റെ പരിശുദ്ധിയിൽ മാതാപിതാക്കളും മക്കളും അവരുടെ പരസ്പരമുള്ള കടമകൾ നിർവഹിച്ചു കുടുംബജീവിതം തിരുക്കുടുംബത്തിന്റെ മാതൃകയിൽ പരസ്പര സ്നേഹത്തിലും വിശ്വസ്തതയിലും അംഗീകരിച്ച് ആദരിച്ച് ജീവിക്കുവാൻ കൃപ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യുവജനത്തിൽ ഏറ്റവും പ്രിയങ്കരവും ആശാ കേന്ദ്രവുമായി ഈശോയെ സ്ഥിരമായി ജോലിയില്ലാതെ നിരാശരായി കഴിയുന്ന ഞങ്ങളുടെ യുവതി യുവാക്കന്മാർക്ക് നിങ്ങളുടെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ ഒരു വഴി തുറന്നു കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ഉറവിടമായി കർത്താവ് ഞങ്ങളുടെ വിദ്യാർത്ഥിനികൾക്ക് പഠിക്കാനുള്ള ബുദ്ധിയും ഉത്സാഹവും നൽകി വിജ്ഞാനത്തിലും വിവേകത്തിലും വിശുദ്ധിയിലും വളർന്ന് സഭയ്ക്കും സമൂഹത്തിലും കുടുംബത്തിലും നന്മ ചെയ്ത് ജീവിക്കുവാനുള്ള കൃപ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വളരെ നിശബ്ദമായ പ്രാർത്ഥനയുടെ നിമിഷമാണ്. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം വിശ്വാസത്തോടെ സമർപ്പിക്കാനുള്ള നിമിഷങ്ങൾ. ഈ മക്കൾക്ക് കൃതജ്ഞത എഴുതിയിടാൻ അവസരം കിട്ടിയതുപോലെ ഞങ്ങൾക്കും ഒരു അവസരം നൽകണേ എന്ന് പ്രാർത്ഥിക്കാം. ഒരുപാട് നാളായി പ്രാർത്ഥിക്കുന്ന ചോദിക്കുന്ന നിയോഗങ്ങളും വേദനകളും പ്രതിസന്ധികളും എല്ലാം നമ്മൾ ചേർത്ത് ശക്തിപ്പെടുത്താൻ കൂടെ ഉണ്ടാകണേ എന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിശബ്ദമായി നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ നന്മകളുടെയും നിറകുടമായ ഈശോയെ, ഞങ്ങളുടെ ജീവിതയാത്രയിൽ കുരിശുമായി ഞങ്ങൾ മുന്നേറുമ്പോൾ തളർന്നു പോകാതിരിക്കുവാൻ അങ്ങ് ഞങ്ങളെ താങ്ങണമേ. ജീവിതത്തിലെ എല്ലാ കുരിശുകളും സഹനങ്ങളും സമചിത്തതയോടെ സ്വീകരിക്കുവാനും അവ ഞങ്ങളുടെ ആത്മരക്ഷയ്ക്ക് ഉപകരിക്കുന്നവയാണെന്ന് ചിന്തിച്ച് ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ശിരസ്മരിച്ച് വിശുദ്ധ കുരിശിന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. വിശുദ്ധ കുരിശിന്റെ രക്ഷാകരമായ അടയാളത്താൽ സർവശക്തനായ ദൈവം ഇന്ന് ഈ ആലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളായ നിങ്ങളെയും വിവിധ മാധ്യമങ്ങളിലൂടെ ഈ നവീന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും മുദ്രിതരാകുമാറാകട്ടെ. നിങ്ങളെല്ലാവിധ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നും കാത്ത് സംരക്ഷിക്കുവാൻ കാവൽ മാലാഖമാരെ അയക്കുമാറാകട്ടെ. നിങ്ങളെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങളും രോഗപീഠകളും തടസ്സങ്ങളും യേശുവിന്റെ വിശുദ്ധ കുരിശിന്റെ ശക്തിയാണ് വിട്ടുമാറിപ്പോകുമാറാകട്ടെ. എല്ലാവിധ പൈശാചിക ശക്തികളുടെ ബന്ധനങ്ങളും നാരകീയ ശക്തികളുടെ കോട്ടകളും യേശുവിന്റെ വിശുദ്ധ കുരിശിന്റെ ശക്തിയാണ് തകർന്നു പോകുമാറാകട്ടെ. നിങ്ങളുടെ ഭവനങ്ങളും ഭവനത്തിന്റെ നാലതിരുകളും വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ മുദ്രിതരാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളുടെ തൊഴിൽ മേഖലകൾ, ബിസിനസ് മേഖലകൾ, വ്യാപാര സ്ഥാപനങ്ങൾ സാമ്പത്തിക നേട്ടത്താൽ അഭിവൃദ്ധി പ്രാപിക്കുമാറാകട്ടെ. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വിശുദ്ധ കുരിശിനാൽ ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം വിശുദ്ധ കുരിശിന്റെ നൊവേനയിൽ പങ്കെടുക്കുന്ന നിങ്ങളിലും നിങ്ങളുടെ കുടുംബങ്ങളിലും നിങ്ങളുടെ ഉദ്യമങ്ങളിലും പ്രാർത്ഥനകളിലും സമൃദ്ധമായി ഉണ്ടാകുമാറാകട്ടെ.
നമ്മുടെ മുൻപിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഈശോയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ആരാധനയായിരിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു എന്നാണ് പരിശുദ്ധാത്മ ഉദ്ഘോഷിച്ചത്. ശക്തനായവൻ നമ്മുടെ മുൻപിലേക്ക് എഴുന്നള്ളിയിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന കർത്താവ് നമ്മുടെ മുൻപിൽ എഴുന്നള്ളിയിരിക്കുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കാനുള്ള നിമിഷങ്ങളാണ്. എല്ലാ പ്രാർത്ഥനകളെയും ദിവ്യകാരുണ്യ ഈശോയുടെ പക്കലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം. ഈശോയുടെ മുമ്പിൽ ഒരു നിമിഷം നമുക്ക് ഇരിക്കാം. സ്നേഹിതരെ, ജോഷുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ ഒരു സംഭവം നമ്മൾ വായിക്കുന്നു. 40 സംവത്സരം ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് തേനും പാല് ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് എത്താൻ പോകുമ്പോൾ അവിടേക്ക് കടക്കുന്നതിന് തടസ്സമായി ഒരു പട്ടണം, ഒരു കോട്ട. ഇസ്രായേൽ ജനത്തിന് കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നു. ഇസ്രായേൽ ജനം മുഴുവൻ ജോഷുവയ്ക്ക് തിരിഞ്ഞു. മരുഭൂമിയിൽ കിടന്ന് മരിക്കാനാണോ ഞങ്ങളെ കൊണ്ടുവന്നതെന്ന് മോശയോട് ചോദിച്ചതുപോലെ ജോഷുവയോട് ജനം ചോദിച്ചു. ആ വലിയ പ്രതിസന്ധിയുടെ നടുവിൽ ജോഷുവ മലമുകളിലേക്ക് കയറുകയും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഓടിച്ചെല്ലുകയും തന്റെ വേദനകൾ ദൈവവുമായി പങ്കുവെക്കുമ്പോൾ ദൈവം ജോഷുവയോട് പറയുന്നുണ്ട്, നീ വാഗ്ദാന പേടകവും എടുത്ത് പുരോഹിതന്മാരെയും വിളിച്ചു
ഈ ജെറിക്കോ നഗരം 7 പ്രാവശ്യം ചുറ്റണം. അങ്ങനെ 7 പ്രാവശ്യം ചുറ്റിക്കഴിയുമ്പോൾ ഈ ജെറിക്കോ നഗരം, ജെറിക്കോ മതില് തകർന്നു വീഴും. നീ പ്രകാരം ചെയ്യുമ്പോൾ ഒരു പീപ്പി കൂടി കയ്യിൽ കരുതുക. കാഹളമെന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു. ഒരു പീപ്പി, നമ്മൾ പറയുന്ന പീപ്പി, ആ പീപ്പി കൂടി കയ്യിൽ കരുതുക എന്നാണ് ദൈവം ജോഷുവോട് പറയുന്നത്. ജോഷുവ ഇതങ്ങനെ തന്നെ താഴ്ത്തി ജനത്തോട് വന്ന് പറയുമ്പോൾ ജനം കളിയാക്കുന്നില്ല. 7 പ്രാവശ്യം ഈ കോട്ടയെ വലം വെച്ചാൽ എങ്ങനെയാണ് മതില് മറിഞ്ഞു വീഴുന്നത്? ജോഷുവ ആടുകളൊന്നും പറഞ്ഞത് കേട്ടില്ല, ദൈവം പറഞ്ഞത് മാത്രം കേട്ട് വാഗ്ദാന പേടകവും എടുത്ത് തൻ്റെ കൂടെ വന്ന കുറച്ചു പേരോട് കൂടെ കോട്ട ചുറ്റി നടക്കാനായിട്ട് ആരംഭിച്ചു. ഒരു ദിവസം 1 പ്രാവശ്യം വീതം കോട്ട ചുറ്റി നടന്നു. അങ്ങനെ 6 ദിവസം ജോഷുവ കോട്ട ചുറ്റി. 7ാമത്തെ ദിവസം 7 പ്രാവശ്യമാണ് വാഗ്ദാന പേടകവും എടുത്ത് ജോഷുവ കോട്ട ചുറ്റിയത്. 7ാമത്തെ പ്രാവശ്യം ജോഷുവ ഈ കോട്ട ചുറ്റി തിരിച്ചു വന്നപ്പോൾ കാഹളം മുഴക്കിയപ്പോൾ വലിയൊരു അത്ഭുതമോടെ നടക്കുകയാണ്. ജെറിക്കോ മതില് തകർന്നു വീഴുകയാണ്. സ്നേഹം പറഞ്ഞവരെ, ഇത് കേൾക്കുമ്പോൾ നമുക്ക് ബാലിശമായിട്ട് തോന്നും. ദൈവം എന്ത് ബാലിശമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ബാലിശമായിട്ടുള്ള കാര്യമാണെന്ന് തോന്നിയിട്ടും ജോഷുവ ദൈവം പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിക്കുകയായിരുന്നില്ല, അക്ഷരം പ്രതി വിശ്വസിക്കുകയായിരുന്നില്ല. ജെറിക്കോ എന്ന വാക്കിന്റെ അർത്ഥം, ജെറിക്കോ വിശ്വാസത്തിന്റെ നഗരം എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ജെറിക്കോ വിശ്വാസത്തിന്റെ നഗരമായി മാറിയത്. ഇന്ന് നമുക്ക് മുൻപിലുണ്ട് ഒരുപാട് കോട്ടകൾ. ചിലരുടെ മുൻപിൽ കടത്തിന്റെ കോട്ടകളാണ്, ചിലരുടെ മുൻപിൽ രോഗങ്ങളുടെ കോട്ടകളാണ്, വേറെ ചിലരുടെ മുൻപിൽ പല പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും കോട്ടകൾ. ആ കോട്ടയൊക്കെ തകർക്കാൻ എനിക്ക് ശക്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജോഷുവ മുകളിൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ദൈവം പറഞ്ഞത്, നീ ഒരു പീപ്പിയും എടുത്ത് 7 പ്രാവശ്യം ഈ കോട്ട വലം വയ്ക്കുക, മതില് തകർന്നു വീഴുമെന്നാണ്. ജോഷുവ വിശ്വസിച്ചു. ജോഷുവ അതുപോലെ ചെയ്തു. 6 പ്രാവശ്യമല്ല കോട്ട ചുറ്റിയത്, 5 പ്രാവശ്യമല്ല, 7 പ്രാവശ്യം ചെയ്യാൻ പറഞ്ഞു. 7 പ്രാവശ്യം ചെയ്തു. 7ാമത്തെ പ്രാവശ്യം ചെയ്ത് കാഹളം മുഴക്കിയപ്പോൾ കോട്ട തകർന്നു വീണു. സ്നേഹം പറഞ്ഞവരെ, ദൈവത്തിൻ്റെ തമ്പുരാന്റെ മുൻപിലായിരിക്കുമ്പോൾ എന്തൊക്കെ കോട്ടകളാണ് നമുക്ക് തകർക്കേണ്ടത്. ജോഷുവ കർത്താവിന്റെ മുൻപിൽ വന്ന് പറഞ്ഞതുപോലെ, ഞാനൊരു വലിയ പ്രതിസന്ധിയിലാണ് കർത്താവ്, ജനം മുഴുവൻ എനിക്ക് എതിരെ തിരിഞ്ഞിരിക്കും. ആ സമയത്ത് ദൈവം ഒരു വഴി പറഞ്ഞു കൊടുക്കുക, ബാലിശമാണെന്ന് തോന്നാവുന്ന ഒരു വഴി. പക്ഷേ ജോഷുവ വിശ്വസിച്ചപ്പോഴും അതവിടെ ഇസ്രായേൽ ജനത്തിന് കാനാൻ ദേശത്തേക്കുള്ള ഒരു വഴിയായി മാറുകയാണ്. നമുക്ക് അതേ തമ്പുരാന്റെ മുൻപിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നു എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മ ഘോഷിച്ച അതേ കർത്താവിന്റെ മുൻപിൽ, അതേ ശക്തനായവന്റെ മുൻപിൽ, അതേ രീതിയിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന കർത്താവിന്റെ മുൻപിൽ തന്നെ നമ്മളായിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിന് മുൻപിൽ തടസ്സമായി നിൽക്കുന്ന എല്ലാ കോട്ടകളെയും നമുക്ക് തകർക്കട്ടെ. കർത്താവിന്റെ മുൻപിലേക്ക് ഒന്ന് കരം നീട്ടി പ്രാർത്ഥിച്ചാൽ മതി. കർത്താവ് ആ കോട്ടകളൊക്കെ തകർക്കാൻ നമുക്ക് ശക്തി തരും.
ഒരുപക്ഷെ കർത്താവ് ആവശ്യപ്പെടുന്നത് ബാലിശമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ഒരുപക്ഷെ വികാരിയച്ഛനായ എന്നിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ നിന്നോട് എന്തെങ്കിലും ആവശ്യമുണ്ട്. ഒരുപക്ഷെ ആരാധനയുടെ സമയത്ത് പാട്ട് പാടുന്നതിലൂടെ ആയിരിക്കാം ദൈവം നിനക്ക് അനുഗ്രഹമായിട്ട് ചില കാര്യങ്ങൾ ഇട്ടുതരാൻ പോകും. ഒരുപക്ഷെ നിന്റെ മനസ്സിൽ നിനക്കൊരു തോന്നലുണ്ടാകാൻ ഒട്ടിന്മേൽ നിന്ന് എനിക്ക് പ്രാർത്ഥിച്ചാൽ എനിക്ക് അനുഗ്രഹം കിട്ടും എന്ന ദൈവത്തിന്റെ ഒരു വെളിപ്പെടുത്തൽ നിനക്ക് മനസ്സിലുണ്ടാകും. സ്നേഹമുള്ളവരെ, ഇത് വിശ്വസിക്കേണ്ട നിമിഷമാണ്. ജോഷുവ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ചാൽ നിനക്കും ലഭിക്കും വലിയ അനുഗ്രഹങ്ങൾ. നിനക്ക് തകർക്കാനാകും നിന്റെ മുൻപിൽ കെട്ടിവെച്ചിരിക്കുന്ന വലിയ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും കടങ്ങളുടെയും തടസ്സങ്ങളുടെയും ഒക്കെ കോട്ടകൾ നിനക്ക് തകർക്കാനാകും എന്ന വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഒരു ശക്തി സ്വീകരിച്ചുകൊണ്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാൻ വന്നവരല്ലേ? ഈ ദൈവാലയത്തിലേക്ക് കടന്നു വന്നപ്പോഴും തീക്ഷണതയോടെ പ്രാർത്ഥിക്കാൻ കടന്നു വന്നവരല്ലേ? നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ മനസ്സ് തുറന്ന് അതരം തുറന്നൊക്കെ പ്രാർത്ഥിക്കാൻ നമുക്ക് മടിയുണ്ടാകും. നിലവിട്ടവന്റെ വിളിയാണ് നിലവിളി. എപ്പോഴാണ് ഒരാൾ നിലവിളിക്കുന്നത്? ജീവിതത്തിലെ എല്ലാ പിടിവള്ളികളും വിട്ടുപോകുമ്പോഴാണ് നിലവിളിക്കുന്നത്. കർത്താവിന്റെ മുൻപിൽ അങ്ങനെ ഒരു വിളി ബർത്തമയോസിന്റെ അധരങ്ങളിൽ നിന്ന് വന്നു. കർത്താവേ, ദാവീദിന്റെ പുത്രാ, എന്നിൽ കനിയണമേ. കർത്താവിന് ആ വിളി കേട്ടപ്പോൾ തന്നെ മനസ്സിലായി അത് നിലവിട്ടവന്റെ വിളിയാണ്. ആത്മാർത്ഥതയോടെയുള്ള വിളിയാണ്, വിശ്വാസത്തോടെയുള്ള വിളിയാണ്. നമ്മൾ ഇന്ന് ഈ ആലയത്തിലായിരിക്കുമ്പോഴും നമുക്ക് ഒന്ന് വിളിക്കാം. നിലവിട്ടവന്റെ വിളിയാണ് നിലവിളിയെങ്കിൽ ഒന്ന് നിലവിളിച്ചു കർത്താവിനെ കേൾപ്പിച്ചു കൊടുക്കണം. കർത്താവിന് മനസ്സിലാകും നിന്റെ വിളി വിശ്വാസത്തോടെയുള്ള വിളിയാണ്, നിലവിട്ടവന്റെ വിളിയാണ്. കർത്താവ് ഇപ്പൊ തന്നെ ഇടപെടേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ തിരിച്ചറിയാൻ ആ ഒറ്റ വിളിയിലൂടെ കർത്താവിന് സാധിക്കും. അതുകൊണ്ട് വിശ്വസിക്കുക. ജോഷുവ വിശ്വസിച്ചു, ജോഷുവയ്ക്ക് അനുഗ്രഹമായി മാറി. സ്നേഹനിറഞ്ഞവരെ, ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ നമുക്ക് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമുക്ക് മുട്ടന്മേൽ നിൽക്കാം. നമ്മുടെ കോട്ടകൾ തകർക്കാൻ പോകുകയാണ്. എന്റെ ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്ന കോട്ടകൾ ഇതാണ്. ഈ ആരാധനയുടെ നിമിഷം കർത്താവ് തകർക്കാൻ പോകുകയാണ്. അപ്പോസ്തലന്മാര് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ കയ്യിലെ ചങ്ങലകൾ പൊട്ടിയില്ലേ? അതുപോലെ കോട്ടകൾ തകരുന്നു. നമ്മുടെ ജീവിതത്തിന്റെ ചങ്ങലകൾ പൊട്ടാൻ പ്രാർത്ഥിക്കാം. യേശു എന്ന് പറയുന്ന ഒരു നാമം, ആ നാമത്തിന് ശക്തിയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. മനസ്സിലെല്ലാ ചിന്തകളും ഒന്ന് മാറ്റിവെക്കുക. ഒന്ന് കരങ്ങൾ കൂട്ടിപ്പിടിച്ച്, ഒന്ന് കണ്ണുകൾ അടച്ച് ഹൃദയത്തിലേക്ക് ഈശോ എന്നൊരു വിചാരം മാത്രം നിറയട്ടെ. ഈശോ ഈശോ എന്ന് മനസ്സിലൊന്ന് ഒരുപാട് പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. ഈശോ മാത്രം നിന്റെ മനസ്സിലേക്ക് നിറയട്ടെ. അഭിഷേകം ഇറങ്ങാൻ പോകുന്ന നിമിഷങ്ങളിൽ കർത്താവ് ദിവ്യകാരുണ്യനാഥൻ, ദിവ്യകാരുണ്യ ഈശോ നമ്മിലേക്ക് അനുഗ്രഹങ്ങൾ ചൊല്ലാൻ പോകുന്ന നിമിഷങ്ങൾ നമുക്ക് ഗായക സംഘത്തോട് ചേർന്ന് യേശു 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 യേശുനാമം പാവനം, യേശുനാമം പാടുന്നു, യേശുനാമം വാഴ്ത്തുന്നു എന്നുള്ള ഈരടികൾ നമുക്ക് ഒരുമിച്ച് പാടുന്നുണ്ട്. നമുക്ക് ഈശോയെ മനസ്സ് തുറന്ന് ആരാധിക്കാം. ഈശോയ്ക്ക് മാത്രം ചില കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരാൻ സാധിക്കും. ഈശോ എന്ന് പറയുന്ന നാമത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ഇന്ന് നാളെ ഇന്ന് ഈ നിമിഷം കർത്താവ് നിന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഈ രടികള് ഒരുമിച്ച് നാടി ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കാം.
വിശ്വാസത്തോടെ നിന്റെ ജീവിതത്തിന്റെ എല്ലാ ബന്ധനങ്ങളും എല്ലാ കെട്ടുകളും കർത്താവിന്റെ മുൻപിലേക്ക് കൊണ്ടുവരട്ടെ. നിന്റെ ജീവിതത്തെ പിടിച്ചുലയ്ക്കുന്ന എല്ലാം കർത്താവിന്റെ മുൻപിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് ഒരുമിച്ച് ഗായക സംഘത്തോട് ചേർന്ന് യേശു എന്നുള്ള ആ നാമം വിളിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. Yes.
യേശുനാമം പാടുന്നു, യേശുനാമം പാടുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഒരുമിച്ച് ഈശോയ്ക്ക് സ്തുതി പറയാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എഴുന്നേറ്റ് നിന്ന് സമാപനം.